ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻവയായ ലുക്കിസം എന്ന സീരീസിന്റെ എപ്പിസോഡ് 7 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 7. പാർക്യോൺ സുക്, ടോൾ, ഹാൻസം ആൻഡ് റിച്ച്. അവൻ ഒന്നിന്റെയും ഒരു കുറവില്ല. വന്നപ്പോ തന്നെ അവൻ ലീജിങ് സോങ്ങിനെ ഡിഫീറ്റ് ചെയ്തു. ക്ലാസ്സിലെ ഒരു ഹീറോ ആയി മാറി. ഈ അടുത്തായിട്ട് അവൻ നല്ലൊരു സിംഗർ ആണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നാണെങ്കിൽ അവൻ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ ഡോക്കിയോ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ഹീറോയും ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയും. ഡോക്കിയോ വീട് വളരെ മോശമായിട്ടാ കിടക്കുന്നത്. അവൻ ഇത് കണ്ട് ഡിസപ്പോയിന്റ് ആവുമെന്ന് അറിയില്ല എന്ന് ചിന്തിച്ചിട്ട് മുത്തശ്ശി വർക്കിൽ ബിസി ആയതുകൊണ്ടാണ് വീട് ക്ലീൻ ചെയ്യാത്ത എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ നീ എന്തിനാ ഈ മോർണിംഗ് ടൈമില് ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നെ? നിനക്ക് കറണ്ട് ബില്ലൊക്കെ സേവ് ചെയ്തൂടെ? പിന്നെ ഈ ന്യൂസ് പേപ്പറൊക്കെ അടുക്കി വെക്കണാണ് നല്ലത്. ഡ്രസ്സിന്റെയും ഷൂവിന്റെ ഒക്കെ ഇടയിൽ ന്യൂസ് പേപ്പർ വെച്ചാൽ അതിലുള്ള ഈർപ്പമെല്ലാം ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും. പിന്നെ വിൻഡോ ക്ലീൻ ചെയ്യാനും ഇത് ഉപയോഗിക്കാം എന്ന് പറയുമ്പോ ഡോക്കിയോ നിനക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ ഇതെന്റെ അമ്മ ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ് എന്ന് പറയും. ഡോക്കിയോയും എന്റെ മുത്തശ്ശിയും ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒരാഴ്ചയോളം കേടാവാതിരിക്കാൻ ന്യൂസ് പേപ്പറിലാണ് പൊതിഞ്ഞു വെക്കാറ് എന്ന് പറയുമ്പോ ഹീറോയും എന്റെ അമ്മയും ഉരുളക്കിഴങ്ങൊക്കെ മുളയ്ക്കാതിരിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പറിൽ റോൾ ചെയ്താണ് വെക്കാറ് എന്ന് പറയും. എന്നിട്ട് അവൻ പെട്ടെന്ന് സോറി, ഞാൻ നിന്റെ വീട് വൃത്തിയാക്കാനല്ല വന്നത്, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? പിന്നെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്ന നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡോക്കിയോയും തീർച്ചയായിട്ടും നിനക്ക് പറ്റും. നിന്റെ ആ പാട്ടിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നീ ആ പാട്ട് പാടുമ്പോ അതിലൊരുപാട് ഇമോഷൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിന്റെ സിംഗിങ്ങും എന്റെ റാപ്പിങ്ങും കൂടി ചേരുമ്പോ നമുക്ക് ആളുകളെ ഉറപ്പായിട്ടും ഇംപ്രസ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഡോക്കിയോ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ഈ സോങ് ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെ ആ മെലഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് ആൽബത്തിലേതാണ് എന്ന് ഹീറോനോട് ചോദിക്കുമ്പോ ഹീറോയും ഞാൻ ഒറ്റക്കാവുന്ന സമയത്ത് എന്നെ കംഫോർട്ട് ചെയ്യാൻ വേണ്ടി പാടുന്ന പാട്ടാണിത് എന്ന് പറയുമ്പോ ഡോക്കിയോയും നീ ഇത് സ്വന്തം ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കും. ഹീറോ നീ ഇതിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ഡോക്കിയോയും നിന്റെ ആ പാട്ട് പെർഫോമൻസിന് വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ മ്യൂസിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹീറോ നീ മ്യൂസിക് കമ്പോസ് ചെയ്യോ എന്ന് ചോദിക്കും. അപ്പൊ ഡോക്കിയോയും ആ ചെറുതായിട്ട് എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോ ഹീറോ നീ ശരിക്കും നല്ല ടാലന്റഡ് ആണല്ലോ എന്ന് പറയുമ്പോ ഡോക്കിയോ ആണെങ്കിൽ ഇത് ഞാൻ റഫ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, ഇതിന് ഇനിയും കുറെ വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ വളരെ ഡെഡിക്കേഷനോടെ ചെയ്യുന്ന സമയത്ത് ഹീറോ അതൊക്കെ കണ്ട് വളരെ ഇംപ്രസ് ആവുന്നുണ്ടാവും. പ്രാക്ടീസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഹീറോ ഐ ആം സോറി, എനിക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഡോക്കിയോയും അത് സാരില്ല, നിനക്ക് മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കണ്ടേ, എല്ലാം നീ പാർട്ട് ടൈം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹീറോയും അതെ, അതുകൊണ്ടാണ് എന്റെ ചെലവൊക്കെ എനിക്ക് നോക്കാൻ കഴിയുന്നത് എന്ന് പറയും. ഡോക്കിയോയും എന്നാ നമുക്ക് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയും. അവന്റെ മുത്തശ്ശിയാണെങ്കിൽ ഇത് നിന്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോ ഹീറോയും അതെ, ഞങ്ങള് സ്കൂൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ടാവും. മുത്തശ്ശിയും എന്റെ പേരക്കുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോനോട് ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ എന്ന് പറയുമ്പോ ഡോക്കിയോ ആണെങ്കിൽ അന്ന് ആ ലീജിങ് സോങ്ങും ഗ്യാങ്ങും വന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. എന്നാ ഹീറോ ആണെങ്കിൽ അതിന്റെ വിപരീതമായിട്ട് അവരെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് തന്നെ അവൻ ഞാൻ കഴിച്ചിട്ടാ വന്നത്, ഇനി ഒരു പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്കിയോന്റെ അടുത്ത് നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. അവന്റെ മുത്തശ്ശിയും നിന്റെ ഫ്രണ്ട് വളരെ നല്ലവനാണ് എന്ന് പറയും. LKS എന്റർടൈൻമെന്റില് സാർ ഇതിന്റെ മ്യൂസിക്കും റിലിക്സും പെർഫെക്റ്റ് ആണ് എന്ന് പറയുമ്പോ ബോസും അതെങ്ങനെ പെർഫെക്റ്റ് ആവാതിരിക്കും, ഞാൻ ഇതിനു വേണ്ടി ഫേമസ് ആയിട്ടുള്ള ലിറിസിസ്റ്റിനെയും കമ്പോസറിനെയും വെച്ചിട്ട് ഒരുപാട് പൈസ ഇറക്കിയിട്ടാണ് ഇതൊക്കെ ഏർപ്പാടാക്കിയത് എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്കൂൾ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബോസും ഈ പാട്ട് ടീനേജേഴ്സിന്
ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാനും സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് അറിയാനും ആ ഫെസ്റ്റിവൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഓഡിയൻസിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിച്ചോ, നിങ്ങളെ ഡെബ്യൂട്ട് സോങ് തയ്യാറായി. പിന്നെ നിങ്ങളെ ഡിയോയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹോബിന്റെ കൂടെ നിന്റെ ഡെബ്യൂട്ട് സോങ്ങും കൺഫേം ആണ് എന്ന് പറയുന്ന സമയത്ത് ജോങ്കിയും ഞാനും ഉറപ്പായിട്ടും എന്റെ ബെസ്റ്റ് കൊടുക്കും എന്ന് പറയും. ബോസും ഇതിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങളെ മനസ്സിലാക്കും. പിന്നെ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറുന്നു വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് പണവും പെണ്ണും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ കഴിയും എന്ന് പറയുമ്പോൾ അവരും ഹാപ്പി ആവുന്നുണ്ടാവും. ഡോക്കിയോന്റെ റിലിക്സ് കണ്ടിട്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ദിവസം കൊണ്ട് എഴുതിയതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്കിയോയും ഞാൻ എനിക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ എഴുതിയിട്ടാണ് ഈ റിലിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാ എന്ന് പറയുമ്പോൾ ഹീറോയും പാടുന്നുണ്ടാവും. ഹീറോന്റെ പാട്ട് കേട്ടിട്ട് ജിഹോക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എന്നാൽ ഡോക്കിയോ ആണെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്റെ പാട്ട് നിനക്ക് മനസ്സിലാവൂല എന്നാണ്. എന്നാൽ നിന്റെ പാട്ട് കേട്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഇത് വളരെ സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഹീറോയും താങ്ക് യു എന്ന് പറയും. ഡോക്കിയോ പക്ഷെ നീ പാടുന്ന സമയത്ത് വളരെ എക്സ്പ്രസീവ് ആണെങ്കിലും ടെക്നിക്കൽ വശത്ത് ഇനിയും കുറെ വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഫെസ്റ്റിവലിനാകെ 2 ആഴ്ചയെ സമയമുള്ളൂ. അത്രയും സമയം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് പെർഫെക്റ്റ് ആവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഹീറോയും എന്നാ നീ പറ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ എന്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാ നീ സോങ്ങിന്റെ റിലിക്സ് മാത്രം മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്ക്. ബ്രീത്തിങ് ടെക്നിക്സിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. പിന്നെ വോക്കൽ കോഡ്സിനെ ഡാമേജ് ചെയ്യാതെ സൂക്ഷിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഹീറോയും ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും 1.5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാ എന്ന് പറയും. അപ്പൊ ഡോക്കിയോയും പിന്നെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ നമുക്ക് ഒരുമിച്ചും പ്രാക്ടീസ് ചെയ്യാ എന്ന് പറയും. ഹീറോ തിരിച്ചു പോകുന്ന സമയത്ത് അവന്റെ ത്രോട്ട് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടാവും. ഡോക്കിയോ അവന്റെ അടുത്ത് നീ അധികം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം വോക്കൽ കോഡ്സ് വളരെ വീക്കാണ് എന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ ഹീറോയും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയും. ഹീറോ വീട്ടിലിരുന്ന് റിലിക്സ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ ഡോക്കിയോന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ പോയതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഡോക്കിയോ നീ എന്തിനാ എന്റെ കൂടെയൊക്കെ ഫ്രണ്ട് ആവുന്നേ എന്ന് ചോദിക്കുമ്പോ ഹീറോ എനിക്ക് നിന്നെ എന്നെ പോലെ തന്നെ തോന്നി എന്ന് പറഞ്ഞതും അവന്റെ അമ്മേന്റെ അടുത്ത് പാവപ്പെട്ടവനായി ജനിച്ചത് എന്റെ തെറ്റാണോ എന്ന് പറഞ്ഞതും ഇന്ന് ഡോക്കിയോ കമ്പോസ് ചെയ്ത ആ മ്യൂസിക്കിനെ കുറിച്ചും എല്ലാം ചിന്തിച്ചിട്ട് ഞാനും ഡോക്കിയോയും വളരെ ഡിഫറെന്റ് ആണ്, ഡോക്കിയോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മോട്ടിവേറ്റ് ആയിട്ട് വീണ്ടും റിലിക്സ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ത്രോട്ട് വേദനിക്കുന്നുണ്ടാവും. അവൻ റിയൽ ബോഡിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവന് ത്രോട്ടിനൊരു പ്രശ്നം ഉണ്ടാവൂല. അതുകൊണ്ട് അവൻ റിയൽ ബോഡിയിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് അങ്ങോട്ട് വരും. അവളെ കാണുമ്പോ അവനും പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ടാവും. ആ പെണ്ണാണെങ്കിൽ നീ ഇന്ന് വോയിസ് വർക്കൗട്ട് ആണോ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ ഞാൻ നിങ്ങൾ വന്നത് കണ്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരു ക്യാപ്സൂള് കൊടുത്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോ കഴിച്ചാ തൊണ്ടയ്ക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. പിറ്റേ ദിവസം ഹീറോ പാടുന്ന കേട്ടിട്ട് ഡോക്കിയോ ആണെങ്കിൽ നീ ഇങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വോക്കൽ കോഡ് ഡാമേജ് ആവും എന്ന് പറയുന്ന സമയത്ത് ഹീറോ ഞാൻ സത്യമായിട്ടും അത്രയൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബോഡിയിലല്ല മറ്റേ ബോഡിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എന്ന് ചിന്തിക്കും. ഡോക്കിയോ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പായി എന്ന് പറയുമ്പോ ഹീറോയും അവന്റെ രഹസ്യം മനസ്സിലാക്കിയോ എന്ന് വറീഡാവുന്നുണ്ടാവും. എന്നാൽ ഡോക്കിയോ ആണെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് നീ ഇത്രയും ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നീ ശരിക്കും ഒരു ജീനിയസ് ആണ് എന്ന് പറയുമ്പോ ഹീറോയും ഹാപ്പി ആവുന്നുണ്ടാവും. ഡോക്കിയോ ഇൻട്രോന്റെ ഭാഗത്ത് കുറച്ചും കൂടി ഹൈപ്പ് കൂട്ടി പാടണം, പിന്നെ നിന്റെ സോങ് ഒന്നും കൂടി ഇംപ്രസീവ് ആക്കണം എന്നൊക്കെ വീണ്ടും അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞ് ഹീറോ ബൈ പറഞ്ഞ് അവരുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് ജിൻഹോബിൻ അങ്ങോട്ട് വന്നിട്ട് നീ ആ പുതിയ സ്റ്റുഡന്റുമായി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോ ഡോക്കിയോയും അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോ ജിൻഹോബിനും ഡോക്കിയോനെ അടിക്കുന്നുണ്ടാവും. നീ നിന്നെക്കുറിച്ച് ആലോചിക്കാതെ ആ പുതിയ പയ്യന്റെ പോപ്പുലാരിറ്റി യൂസ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നേ എന്ന് പറയുമ്പോ അതിലുള്ളൊരു പെണ്ണാണെങ്കിൽ യോൺസുക്കിന്റെ കൂടെ ഒരുമിച്ച് ഇവൻ പെർഫോം ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടാവും. ജിൻഹോബിൻ ജിഹോന്റെ അടുത്ത് ഡോക്കിയോനെ അടിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അവൻ മടിച്ചു നിൽക്കുന്ന കാണുമ്പോ നീ അവനെ അടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങള് ഹാർഡായിട്ട് അടിക്കുമെന്ന് എല്ലാരും കൂടി പറഞ്ഞ സമയത്ത് ജിഹോയും അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോ
വോക്കൽ ക്ലാസ്സിന്ന് ഒരു കോള് വരും. അത് കാരണം അവനും ഈ ക്ലാസ് ഉണ്ടായിട്ട് മാത്രം നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഡോക്കിയോന്റെ അടുത്ത് ജിഹോ സോറി പറയുന്ന സമയത്ത് ഡോക്കിയോ നീ എന്തിനാ സോറി പറയുന്നേ എന്ന് ചോദിക്കുമ്പോ ഞാനൊരു ഭീരു ആണ് എന്ന് പറയുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന ആ സ്റ്റോറിലോട്ട് ജിഹോയും ഡോക്കിയോയും വരുന്നതായിരിക്കും. ഹീറോയും നിങ്ങളെന്താ ഈ ടൈമിൽ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഡോക്കിയോ ജിഹോനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോ ഹീറോയും എന്താ കാര്യമെന്ന് ചോദിക്കും. ജിഹോ സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് വരാൻ പേടിച്ചിട്ടാ ഞാൻ ഡോക്കിയോനെയും കൂട്ടിയത്. അന്ന് ചാർജർ മോഷ്ടിക്കാൻ പറഞ്ഞ ആ പയ്യന്മാരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. അതുപോലുള്ള പയ്യന്മാരാണ് എന്നെ കൊണ്ട് ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നിന്നെ തല്ലിയതിന് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് ആവൂല എന്ന് എനിക്ക് അറിയാം എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവര് പറഞ്ഞ കാരണമല്ല നീ എന്നെ തല്ലിയത്, അത് നിന്റെ തെറ്റല്ല എന്ന് പറയുമ്പോ ജിഹോ ആണെങ്കിൽ ഞാൻ ഇതിനൊന്നും വേണ്ടിയല്ല ഈ സ്കൂളിൽ ചേർന്നത്, എനിക്ക് ഡ്രസ്സിങ്ങും ഫാഷനും ഒക്കെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫാഷൻ ഡിസൈൻ കോഴ്സിന് ചേർന്നത് എന്ന് പറയുമ്പോ ഡോക്കിയോയും എനിക്ക് മ്യൂസിക് ഇഷ്ടമായോണ്ടാണ് ഞാനും ഇവിടെ ചേർന്നത് എന്ന് പറഞ്ഞിട്ട് അവന് നേരിടേണ്ടി വന്ന ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോയും ഞാനും എന്റെ പഴയ സ്കൂളിൽ വെച്ച് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അവരും നീയും ഞങ്ങളെ ഏജാണോ എന്ന് ചോദിക്കുമ്പോ ഹീറോയും അതെ, എന്നാ ഇപ്പൊ ഞാൻ ആ സ്കൂൾ നിർത്തി, ഞാൻ ആ സ്കൂളിൽ ആയിരിക്കുന്ന സമയത്ത് ദിവസവും എന്നെ ബുള്ളീസ് തല്ലുമായിരുന്നു, എന്റെ തല ടോയ്ലറ്റിലൊക്കെ മുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ജിഹോയും എനിക്കും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. ഡോക്കിയോ ആണെങ്കിൽ എന്നെ ടോയ്ലറ്റിൽ വെച്ച് നേക്കിഡ് ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ജിഹോ ഞാൻ ഷൂസ് വരെ നക്കിയിട്ടുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോ ഹീറോയും അവരെന്നെ എന്റെ അമ്മേന്റെ മുന്നിൽ വെച്ച് തല്ലിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ജിഹോ ഹീറോന്റെ അടുത്ത് നിനക്ക് നടന്ന ആ കാര്യം വളരെ പെയിൻഫുൾ ആണ് എന്ന് പറയും. എന്നിട്ട് അവൻ എന്നാ എന്റെ ഈ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ പാർക്യോൻസുക് എന്ന് പറഞ്ഞ ഒരു ഹാൻസം ആയ പയ്യൻ വന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അവനും മറ്റുള്ള പയ്യന്മാരെ പോലെ തന്നെ ആയിരിക്കുമെന്നാണ്, എന്നാ അവൻ വന്ന ശേഷമാണ് ലീജിങ് സോങ് എന്നെ ബുള്ളി ചെയ്യുന്നത് നിർത്തിയത് എന്ന് പറയുമ്പോ ഡോക്കിയോയും അത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് യോൻസുക്ക് എന്റെ കൂടെയും ഫ്രണ്ട് ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് അവൻ എന്നെ യൂസ് ചെയ്യാൻ നോക്കാന്നാ, എന്നാ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു, അവൻ എന്തുകൊണ്ടും എന്നെക്കാളും ബെറ്റർ ആണ്. എന്നാലും അവൻ എന്നോട് പറഞ്ഞത് ഞാനും അവനും ഒരുപോലെയാണെന്നാണ്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുപോലെ ആണ്, അതുകൊണ്ടാണ് അവന് എന്റെ പാട്ട് പാടാൻ കഴിയുന്നത് എന്ന് പറയുമ്പോ ഹീറോയും അറിയാതെ ടാങ്ക്സ് എന്ന് പറയും. അത് കേൾക്കുമ്പോ അവരും നീ എന്തിനാ ടാങ്ക്സ് പറയണേ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് വാസ്കോ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ജിഹോ ആണെങ്കിൽ അവൻ എപ്പോഴും എന്റെ കൂടെയാണ് ലഞ്ച് കഴിക്കാറ്, അവൻ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോ വാസ്കോ ആണെങ്കിൽ നമ്മളെ ഹീറോനെ നോക്കിയിട്ട് നിന്റെ അമ്മേന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ അത് കോഫിക്കുള്ള പൈസയാണ് കൊടുത്തത് എന്ന് പറയും. അത് കേൾക്കുമ്പോ വാസ്കോയും എന്റെ തെറ്റിദ്ധാരണ മാറ്റിയതിന് ടാങ്ക്സ്, പിന്നെ നിങ്ങൾക്ക് എപ്പ ട്രെയിനിങ് വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. പിറ്റേ ദിവസം ഹീറോ പാടുന്ന സമയത്ത് അത് കേട്ടിട്ട് ഡോക്കിയോ ഒക്കെ വളരെ ഇംപ്രസ് ആവുന്നുണ്ടാവും. ഈ 10 ദിവസം കൊണ്ട് നീ ഇത്രയും നന്നായിട്ട് പാടുന്നു ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്കിയോ വളരെ ഹാപ്പി ആവുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ 2 ബോഡിയിലും ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടായിരിക്കും ഇത്രയും നന്നായിട്ട് പാടാൻ കഴിയുന്നേ എന്ന് ചിന്തിക്കും. ഡോക്കിയോ എന്റെ റാപ്പിലെ ചില റിലിക്സിൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹീറോനെ കാണിക്കുന്ന സമയത്ത് ഇത് നേരത്തേക്കാളും പെർഫെക്റ്റ് ആണ് എന്ന് പറയും. അത് കേൾക്കുമ്പോ ഡോക്കിയോയും നിന്റെ സിംഗിങ്ങും എന്റെ റാപ്പിങ്ങും കൂടി ചേർന്ന് കഴിഞ്ഞാല് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് ഹാപ്പി ആവുന്നുണ്ടാവും. LKS എന്റർടൈൻമെന്റില് ബോസ് ആണെങ്കിൽ ഈ സോങ് ഉറപ്പായിട്ടും ഹിറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. ജോങ്കി ജിൻഹോബിന്റെ അടുത്ത് നമ്മളെ ആൽബത്തിന്റെ കവർ ഡിസൈൻ ഏതാന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജിൻഹോബിനും സീക്കോന്റെ ഫോട്ടോ വെക്കാനാ കരുതിയിരിക്കുന്നേ എന്ന് പറയും. എന്നിട്ട് അവര് പെർഫോമൻസിന്റെ ലിസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. ജിൻഹോബിനാണെങ്കിൽ
നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് ജോങ്കി നമ്മൾ അവസാനാണെങ്കിൽ കുറച്ചും കൂടി ഹൈപ്പ് കിട്ടിയേനെ എന്ന് പറയുമ്പോ ജിൻഹോബിൻ അതിന്റെ ആവശ്യം വരില്ല. അവസാനം ആ തടിയനും ആ പുതിയ സ്റ്റുഡന്റുമാണ് പെർഫോം ചെയ്യാൻ പോണെ. അവർക്ക് പാടാൻ കൂടി അറിയില്ല. ആ ട്രാൻസ്ഫർ സ്റ്റുഡന്റിന്റെ ലുക്ക് മാത്രം വെച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആ തടിയനും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ജിൻഹോബിൻ ചിരിക്കുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. എന്നാൽ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.